പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവത്തിൽ പ്രതികളെ പിടികൂടി. 5 പേരെയാണ് പോലീസ് പിടികൂടിയത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ കളിക്കുന്നതിനിടെ സ്കൂളിന്റെ വരാന്തയിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചത്. പഴയന്നൂർ, തിരുവല്ലാമല, പാലക്കാട് സ്വദേശികളായ സനീഷ്, മോനു, പ്രകാശൻ, രാജേഷ് എന്നിവരാണ് ഈ കേസിൽ അറസ്റ്റായത്. സ്കൂളിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച് ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ കണ്ടെത്തുകയായിരുന്നു. പന്നിയിറച്ചി വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് പന്നിപ്പടക്കങ്ങൾ. പ്രതികളുടെ വീട്ടിൽ നിന്നും പാകം ചെയ്ത പന്നിയിറച്ചിയും പന്നിപ്പടക്കവും കണ്ടെത്തിയിട്ടുണ്ട്. പ്രകാശൻ, പെരുമാൾ, രഞ്ജിത്ത്, സനീഷ്, മോനു, രാജേഷ് എന്നിവരെയാണ് സ്കൂളിലെ പന്നിപ്പടക്ക സ്ഫോടനത്തെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി പിടികൂടിയത്. ഇതിൽ മോനു എന്നയാൾ പാലക്കാട് സ്വദേശിയും മറ്റുള്ളവർ തിരുവല്ലാമല, പഴയന്നൂർ സ്വദേശികളുമാണ്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഈ സംഘം പതിവായി പന്നികളെ പിടികൂടി കൊന്ന് ഇറച്ചി വിൽപ്പന നടത്തുന്നവരാണ്. വിൽപ്പനയിലൂടെ വലിയ തോതിലുള്ള തുകയും ഇവർ സമ്പാദിച്ചിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കി. പഴയന്നൂർ CI മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയിരുന്നത്. അപ്പോഴാണത് പന്നിപ്പടക്കമാണെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നത്. ഉച്ചക്കൊരു 1:30 പൊട്ടിത്തെറിച്ചത്. വളരെ ഭാഗ്യം കൊണ്ടാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടത്. അയാളെ ചെരുപ്പ് പിളർന്നു. അതുകൊണ്ട് ക്ഷതം മുകളിലേക്ക് വന്നില്ല. ഈ പഴയന്നൂര്, ചേലക്കര തുടങ്ങിയ മേഖലയിൽ, ഫോറസ്റ്റ് ഏരിയകൾ കൂടുതലുള്ള ഏരിയകളിൽ ഈ പന്നിപ്പടക്കം വെക്കുന്നത് വ്യാപകമാണ്. അപ്പൊ ഇതിലൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഈ തദ്ദേശീയരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇതിൽ ഈ പന്നിപ്പടക്കം വന്നത്. അതില് കർഷകർക്ക് ഒരു പക്ഷേ അതില് ആശ്വാസം ഉണ്ടായിരിക്കും, കാരണം പന്നികളുടെ ശല്യം ഇവിടെ കൂടുതലാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, മനുഷ്യജീവന് എപ്പോ വേണമെങ്കിലും അപകടം സംഭവിക്കാം. തന്നെയുമല്ല, പന്നി സംരക്ഷിത എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ പെട്ടതാണ്. അവയെ കൊല്ലാൻ പാടില്ല. ഫോറസ്റ്റിന്റെ നമ്മുടെ ഫോറസ്റ്റ് ആക്ട് അനുസരിച്ച് അത് ജാമ്യം കിട്ടാത്ത വകുപ്പാണത്. അപ്പൊ അങ്ങനെ ഈ സ്കൂളിൽ നടന്ന സംഭവത്തോടുകൂടി നമ്മളിതിന്റെ അന്വേഷണം ശക്തിപ്പെടുത്തുകയും അതിന്റെ ഫലമായിട്ട് ഇതില് പ്രകാശൻ, രാജേഷ് എന്നിങ്ങനെ 2 പേര് നമ്മൾ കസ്റ്റഡിയിലെത്തുകയും